എന്താ വിളമ്പാനൊരു പടി? വിജയ പപ്പടം മുറുകെ പിടിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവും. രണ്ടെണ്ണം. അയ്യോ ബിരിയാണി എനിക്ക് കഴിച്ചൂടാ. അതിലുള്ള ഇറച്ചി കംപ്ലീറ്റ് തട്ടിക്കോളൂ. മത്സരം അല്ലടത്. വെറുട്ടിയെ പണ്ട് പെരുന്നാളിന് മുടങ്ങിപ്പോയ ചോറാ. അതുകൊണ്ട് ആദ്യം വിളമ്പേണ്ടത് എന്റെ ഉപ്പാന്റെ പാത്രത്തിലേക്കാ. അതെ, എന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് വിളമ്പി കൊടുക്കണ്ടേ അൻവറുട്ടിയെ? അങ്ങനെയാണെങ്കിൽ എന്റെ കൈ കൊണ്ട് ഒരു ഉരുള ഈ ഉപ്പക്ക് നിങ്ങളങ്ങോട്ട് വാരി കൊടുക്കണ്ട അലിഭായി. എന്റെ അലിഭായി, അതാണ് അതിന്റെ ശരി. എന്നാലല്ലേ പൊടി പാറുള്ളൂ. ബാപ്പയും മോനും തമ്മിലുള്ള സ്നേഹത്തിന്റെ പൊടി. അൽഹംദുലില്ലാ. അല്ല, ഇതെന്താ ഇപ്പൊ കഥ? ഉപ്പയും മോനും ഒന്നായപ്പോ ഈ പാവ ഉമ്മ പുറത്തായോ? പറയും പോലെ ഈ ഇങ്ങോട്ട് വന്നിരിക്കെന്റെ ബീവിയെ. ഇതൊക്കെ ഒരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഈ അൻവർ കുട്ടീന്റെ വക ഒരു ഉരുള ചോറ് എന്റെ ഉമ്മ ബീവി തമ്പുരാട്ടിക്ക്. എന്താ ഉപ്പ? വരി. ഉപ്പ ഹൈവേ എന്ത് പറ്റി? അയ്യോ ഭായിതേ, അന്നമേ ആരും ചോറില്ലത്. ചോറിലെന്താ കുഴപ്പമുണ്ട്? രാമു വണ്ടി എടുക്കടാ. ആരും ബിരിയാണി കഴിക്കില്ലേ? ആരും കഴിക്കില്ലേ? പിടിക്കാം. വേഗം വേഗം രാമു വണ്ടി എടുക്ക്. പതുക്കാം. ഒന്നുമില്ല, ഒന്നും സാരല്ല. എന്തായാലും ഉപ്പാക്ക് സന്തോഷേ ഉള്ളൂ. അന്റെ മടിയിലാണല്ലോ ഞാൻ കിടക്കണത്. എന്റെ മോന്റെ മടിയില്. മോനെ ഉപ്പ എന്ത് നിർത്തിയത്? പോയി കണ്ണേട്ട. നല്ല കാലം മുഴുവൻ അക്കരയും ഇക്കരയുമായി കഴിഞ്ഞിട്ട് അവസാനം എന്റെ കൈ കൊണ്ട് തന്നെ ഏത് പടച്ചോനാ കണ്ണേട്ട എന്നോട് ഈ ചതി കാണിച്ച്? എവിടാ കുഞ്ഞാലി? മൂപ്പരെ വിളിക്കാൻ ഇറങ്ങി വേണം ഇങ്ങോട്ട് മാറ. മക്കളെ, എനിക്ക് ഒന്നും അറിയില്ല. എന്നെ ഒന്നും ചെയ്യരുത്. അറിയില്ലെന്നോ? നിങ്ങളെ വെച്ചുകൊണ്ട് ബിരിയാണി എന്നിട്ടാ 3 മയ്യത്തായത്. എന്നിട്ട് ഇവിടെ കുട്ടികളെ കളിപ്പിച്ചിരിക്കുക. ഇങ്ങോട്ട് ഉടക്കണോ? അറിയുന്നത് പറഞ്ഞാൽ മതി. തന്നെ ഇന്ന് മയ്യത്താ. എനിക്കൊന്നും അറിയില്ല കുട്ടിയെ. തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല. ഡോക്ടർ പറഞ്ഞത് ബിരിയാണിയിൽ വിഷം കലർന്നതല്ല, കലർത്തിയതെന്നാ. ഇത്രയും കാലം ഈ നാട്ടുകാർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുത്ത ഇങ്ങടെ ചോറ്ററയില് നിങ്ങൾ അറിയാതെ ആരാ കയറിയത് കുഞ്ഞാലിക്ക? അന്യന്മാരാരെങ്കിലും വന്നു എന്ന് ചോദിച്ചാ ചെമ്പ് പൊട്ടിക്കണ നേരത്ത് ഒരു ഫക്കീർ അയ്യാ
പസിക്കത് കൊഞ്ചം ചോറ് പോടും അയ്യാ. ഇത് തുറക്കാൻ നേരത്തിനൊരു ഫക്കീറോ. കുഞ്ഞുട്ടിയെ ഒരു പിടി അങ്ങോട്ട് വാരിട്ട് കൊടുത്തേക്കെ. ഇങ്ങനെ ഒരാളെ അവിടെ വന്നു പോയിട്ടുള്ളൂ. ചോറ് തിന്നവർക്കൊക്കെ കുഴപ്പമുണ്ടെന്ന് കണ്ടപ്പോ ഞാൻ ആ ഫക്കീറിനെ കുറെ തിരക്കി. പക്ഷെങ്കില് ഓനെ അവിടെ ഒന്നും കണ്ടില്ല. അവനെ കണ്ടാ തിരിച്ചറിയോ? കാണാൻ ഒരു പടു മനുഷ്യനാ. ഓന്റെ വർത്താനത്തില് ഒരു തമിഴനാണെന്നുള്ള കാര്യം ഉറപ്പാ. ആ പിന്നെ മോത്ത് മീശയും കുരുകി അടക്കം ഒരു വെട്ടുകൊണ്ട പാടുണ്ട്. രാമു, ഹലോ. വാ. എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉപ്പയെ കൊന്നു കുഴിച്ചു മുടിയവനാ നീ. അതിന്റെ കണക്ക് തീർക്കാൻ എനിക്ക് നിന്നെ മയ്യത്താണോടാ. പറയണ പന്നി, എന്തിനു വേണ്ടിട്ടാണ് ചെയ്തത്? ആർക്ക് വേണ്ടിട്ടാണ് നായിന്റെ മോനെ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ அலிபாய் என்ன ஒண்ணு செஞ்சிடாதீங்க. இதெல்லாம் எனக்காக பண்ணல. அந்த பெரிய முதலாளி டான்ஸ் ஆப் சொல்லிதான் இதெல்லாம் செஞ்சேன். சத்தியமானோ, இது ஆண்டவன் மேல சத்தியமானோ. ഏതാണവൻ? ഏത് ഭൂലോകത്തിലാണെങ്കിലും അവനെ വേണം എനിക്ക്. അതുവരെ നിന്റെ ആയുസ് ഞാൻ നീട്ടിവെക്കുക.